ഹായ് ഗൈസ്, ഫിലിം കണ്ടു വന്നേലൂ. അപ്പോൾ നമുക്ക് ഫിലിമിനെ കീറി മുറിക്കാം. ഫിലിമിനെ രണ്ട് ഭാഗങ്ങളാക്കുന്നു, ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്. ഈ രണ്ട് പാർട്ടും ഒരുപോലെ അവർക്ക് കൊടുത്ത ചുമതല കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിലിം വേറൊരു ലെവലാണ്. ഫിലിമിൻ്റെ ഗ്രാഫ് ഇത്തരത്തിൽ ഇങ്ങനെ കയറി പോയി നമ്മളെ കരയിച്ചിട്ടാണ് വരുന്നത്. കരയാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര ഇമോഷൻ സീൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോകാം കേട്ടോ. ഈ സീന് കണ്ടിട്ട് അല്ലെങ്കിൽ അതിൽ പറയുന്ന സബ്ജക്റ്റ് റിലേറ്റഡ് ചെയ്ത് ഫിലിമിനെ അവസാനിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു കരച്ചിൽ വരും. പേഴ്സണലി എനിക്കും കരച്ചിൽ വന്നായിരുന്നു. ഫിലിമിൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ് തുടങ്ങുന്നത്. കേരള കർണാടക ബോർഡറിൽ ഒരു പ്രൊവിഷണൽ പീരീഡിൽ SI ചാർജ് എടുക്കുകയും പിന്നീട് കിണറ്റിൽ നിന്ന് കാണുന്ന ഒരു മൃതദേഹവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയും ഈ അന്വേഷണം ഇങ്ങനെ പടർന്ന് വേറെ പല തലത്തിലേക്കും എത്തും. കേരളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന സമൂഹത്തിലുള്ള ചില പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ സമൂഹത്തിലെ കുട്ടികളും അതുപോലെ സ്ത്രീകളും ഒക്കെ അറിയേണ്ടതായ ചില പ്രശ്നങ്ങളെ സംവിധായകൻ വളരെ ഭംഗിയിൽ നമ്മളിലേക്ക് എത്തിച്ചു എന്ന് പറയാം. പിന്നെ ഫിലിമിൽ ഇതിൻ്റെ പ്രധാന മെയിൻ റോള് റൺ ചെയ്യുന്നത് റോഷനാണ്. റോഷന് കൊടുത്ത പോർഷൻ, അല്ലെങ്കിൽ റോഷനായിട്ട് മാറ്റിവെച്ച കഥാപാത്രമായിട്ട് തോന്നി കേട്ടോ. ചില മൂമെൻറ്റുകളിലൊക്കെ റോഷൻ്റെ ചെറിയ സീക്വൻസ്, അല്ലെങ്കിൽ അവൻ്റെ കണ്ണുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഒരു നല്ല പ്രസൻസ്, എന്താ പറയുക, ഒരു ആക്ടിങ് ലെവലിൽ കിഡിലാണ് റോഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. M. മുകുന്ദനാണ് ഇതിൻ്റെ സംവിധാനം. അദ്ദേഹത്തിൻ്റെ മുൻ സംവിധാന ഫിലിമുകളെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, ജോസഫ് പോലെയുള്ള ഫിലിം ഇത്തിരി കരയിപ്പിക്കുമെങ്കിലും സാധനം ഒരു വെറൈറ്റി ലെവൽ പിടിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫിലിമിനെ പറ്റി കുറേ റിവ്യൂസും ഈ പ്രമുഖരായ ചില ആൾക്കാർ പറഞ്ഞ റിവ്യൂസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫിലിം കുട്ടികൾക്കൊക്കെ പോയി തിയേറ്ററിൽ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ചോദിക്കുന്നവരോട്, കുട്ടികൾക്കും ഫാമിലികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പോയിട്ട് കാണാം. കാരണം ഇവർ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിസ്കസ് ചെയ്യുന്നൊരു വിഷയമുണ്ട്. ഈ ക്രൈമിനോട് റിലവൻ്റായിട്ട് മുന്നോട്ടേക്ക് വരുമ്പോൾ ചില പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുന്നത്. അതാണ് ഈ ഫിലിമിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സംവിധായകൻ കണ്ടുവച്ചിരിക്കുന്ന ഒരു കിടുക്കാച്ചി സാധനം. ഈ സബ്ജക്റ്റ് ഇന്നും പിന്നെ അവർ പറയുന്നുണ്ട് ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആണെന്നും. അപ്പോൾ ഈ ഫിലിമിന് വേണ്ടിയിട്ട് എനിക്ക് മനസ്സിലായി, ഈ ഫിലിമിന് വേണ്ടിയിട്ട് ഈ ഇൻസിഡൻറ്റ് മാത്രം എത്തിച്ചാൽ നിങ്ങൾ തിയേറ്ററിലേക്ക് ഉന്തി തള്ളിക്ക് വരുമെന്നല്ലോ. അതിന് വേണ്ടി ഇച്ചിരി മസാലയും കാര്യങ്ങളും ചേർത്തും ഇത്തരത്തിലൊരു റിയൽ ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, ഈ ഇൻസിഡൻറ്റിനെ ഭാഗപ്പെടുത്തിയിട്ടൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു ഫീലിങ്സ് അനുഭവിച്ചിട്ടുണ്ടാവില്ല ലൈഫിൽ, അത്തരത്തിലൊക്കെ ഉണ്ടായിരുന്നോ എന്ന് തോന്നുകയും അതിനെ ആലോചിച്ചിട്ട് വിഷമിക്കാനൊക്കെ തോന്നുന്ന ഒരു ഫിലിം. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് എന്തായാലും ഫിലിം കാണാം. ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് ഇടാം. പിന്നെ ഈ റിവ്യൂയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഫിലിം തിയേറ്ററിൽ പോയിട്ട് കണ്ടാൽ ഇഷ്ടപ്പെടില്ല. പക്ഷേ എനിക്ക് തിയേറ്ററിൽ പോയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു ഫിലിമാണ്. ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇത്തരത്തിലൊരു മൂവിയെ സാധാരണ ക്രൈം ത്രില്ലർ മാത്രം കണ്ടുവരുന്ന നമുക്ക് ഈ ക്രൈമിനെ ഈ ഒരു രീതിയിലും കൂടി കൊണ്ടുവരാം എന്ന് സംവിധായകനും അതുപോലെ തന്നെ പ്രൊഡ്യൂസറൊക്കെ കാണിച്ചെന്ന ഫിലിം. റോഷൻ, ബൈജു, അങ്ങനെ ആക്ട്രേഴ്സ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഓരോരുത്തരും ഞാൻ എടുത്തു പറയുന്നില്ല. ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് റോഷൻ്റെ തന്നെയാണ്. പിന്നെ ബൈജു, പിന്നെ ആക്ട്രസ്, പിന്നെ ചില കുട്ടികൾ, ഇതൊക്കെ ആയിട്ടുള്ള കുറേ കാര്യമുണ്ട്. പക്ഷെ അത്രത്തോളം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാരണം അങ്ങോട്ട് പോകാത്തത് എന്താ വെച്ചാൽ, നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ടച്ച് ആവണ്ടിക്കൽ എന്തായാലും നിങ്ങൾ ഈ തിയേറ്ററിൽ ഫിലിം കാണുമ്പോൾ നിങ്ങൾക്കൊരു സങ്കടം വരും. അതിലുപരി ഇതിൻ്റെ ഈ ത്രില്ലിങ് മൂവ്മെൻറ്റ്, വലിയ രീതിയിൽ ത്രില്ലിങ് അല്ല കേട്ടോ, ഒരു ദൃശ്യമൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ പോറും. ത്രില്ലിങ് എലമെൻ്റ് ഒക്കെ ഉള്ളൊരു ഫിലിമാണ്, ചെറിയ രീതി ത്രില്ലിങ് ഒക്കെയാണ്. പക്ഷേ ഓക്കെ ലെവൽ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലെവൽ പറയുകയാണെങ്കിൽ 10 out of എത്ര പറയാം, ഒരു 10 8 കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ചിത്രമാണ്. ഇതിൻ്റെ മേക്കിങ്, സ്ക്രീൻ പ്രസൻസ്, വീഡിയോസ്, DOP, സ്ക്രീൻ സ്പേസ്, എന്താ പറയുക, വീഡിയോസ് അല്ല, നമ്മുടെ സ്ക്രീൻ ബൈ സ്ക്രീൻ ആയിട്ടും, പിന്നെ ഈ ലൊക്കേഷൻസ്, ആ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ DOP എല്ലാ രീതിയിലും വളരെ അങ്ങേയറ്റത്ത് കിട്ടിലാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ. സ്ക്രീനിൽ നമുക്ക് ഓരോ വിഷ്വൽസും കാണുമ്പോൾ അതിൻ്റെ പുറകിൽ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വിഷ്വൽ കാണുമ്പോൾ നമുക്ക് അതിന് എത്രത്തോളം മനസ്സിലാവും. കാരണം വെച്ചാൽ ഓരോ വിഷ്വലും ബെസ്റ്റ് ആയിട്ടാണ് ഫിലിം കൊണ്ടുപോയിരിക്കുന്നത്. ആ തിയേറ്ററിന് കാണാൻ മനസ്സിലാവും. ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ, നല്ലൊരു തിയേറ്റർ ചൂസ് ചെയ്യണം ഫിലിം കാണാൻ കേട്ടോ. ആ സൗണ്ട് എഫക്റ്റ് ഒക്കെ ഒന്ന് ഫീൽ ആണ്ടെങ്കിൽ
അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും ഫിലിം കാണുക. നിങ്ങളെ കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. ഇത്തരത്തിലെ വീഡിയോസ് എന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കേ, ബൈ.